ശ്രുതിയുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടിയാണ് ഹരി ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നതെന്ന് അച്യുതൻ രേണുകയോട്. ശ്രുതി കൂട്ടുകാരിയെ വിളിച്ച് ജോലിക്ക് ശ്രമിക്കുന്നു. അവിടെ എത്തുന്ന സതിയമ്മ കൂട്ടുകാരികളെ വിളിച്ച് പൈസ കളയാതെ ഹരിപ്രസാദിനെ വിളിക്കാൻ പറയുന്ന സതിയമ്മ. ശ്രുതിയുമായുള്ള കല്യാണം ഉറപ്പിച്ചതിനാൽ ഹരി ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നതിലുള്ള സംശയവുമായി അച്യുതൻ സതിയമ്മയുടെ വീട്ടിൽ. എന്നെങ്കിലും മനസ്സ് മാറിയാൽ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് ശ്രുതി ഹരിപ്രസാദിനോട്. ഇനി തുടർന്ന് കാണുക. രഘുവേട്ടാ, വഴി ഇത് തന്നെയല്ലേ? ആ അതെ അതെ. ആളവിടെ കാണൂ. പിന്നെ എവിടെ പോവാനാ? അല്ല, നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇനി അവരില്ലെങ്കിലോ? നീ മുൻകൂട്ടി ഓരോന്നും തീരുമാനിക്കാതെ. നമ്മളിപ്പോ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. ഞാനൊന്നും പറയുന്നില്ലേ. ഞങ്ങളെ ചേച്ചി. പുള്ളിക്കാരൻ പിന്നെ വന്നോ? പ്രതാപേട്ടൻ തന്നെയാണോ ചേച്ചി? പ്രതാപനാണോ പ്രഹ്ലാദനാണോ ആരോ? അന്ന് നിങ്ങളുടെ കൂടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. നോക്കരുത് കേട്ടാ, നമ്മളറിയാതെ പ്രതാപേട്ടൻ പിന്നെ ഇവിടെ വന്ന് ചേച്ചിയെ കണ്ടിരിക്കുന്നു. എന്തൊരു തരികിടയല്ലേ ആള്. ആ പുള്ളി അറിയാതെയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ തമ്മിലെന്താ വ്യത്യാസം? മോനിവിടെ ഇല്ലേ ചേച്ചി? ഉണ്ടെങ്കിൽ കാണായിരുന്നല്ലോ. എന്താണ് മോന് ജോലി? ഡോക്ടറാ. ആഹാ, എവിടെ? അമേരിക്കയില്. അന്ന് ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ദിവസവും രാവിലെ പോവും. ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ സ്ഥിതിവിവരങ്ങൾ തിരക്കാൻ വന്നാണോ നിങ്ങള്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ആദ്യം ഒരു കാറ് നിറയെ ആള് വന്നു, പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് വന്നു, പിന്നെ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. അല്ല, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചേച്ചിയുടെ സഹകരണം അത് മാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ടാവും, ചേച്ചിക്കും ഗുണമുണ്ടാവും. ഒന്നാലോചിച്ചാ കൂടുതൽ ഗുണമുണ്ടാവാൻ പോകുന്നത് സുമിത്രേച്ചിക്കായിരിക്കും. എന്നെ ആരും ഗുണപ്പെടുത്താൻ വരണ്ട. അതൊക്കെ പോട്ടെ, പ്രതാപേട്ടൻ പിന്നെയും വന്നത് എന്തിനാ? എല്ലാം കൂടി അയാൾക്ക് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? നിങ്ങളോട് എന്ത് പറഞ്ഞോ അത് തന്നെ അയാളോടും പറഞ്ഞു. ഞാൻ വളർത്തിയ നന്ദന ശിവരാമേട്ടന്റെ മകളാ. അവളുടെ അമ്മ നിങ്ങളുടെ കോവിലകത്തെ ആളാ. അതിനപ്പുറം മറ്റൊരു കാര്യമില്ല. ഈ ഒരു ഒറ്റ കാര്യം ഓർത്തിട്ട് ഞങ്ങൾ പിന്നെയും വന്നത്. ചേച്ചിയുടെ സത്യസന്ധതയെ അല്ലേ രഘുവേട്ടാ? സംശയമുണ്ടോ? ഇങ്ങനൊരു വളർത്തമ്മയെ കിട്ടിയതാ നന്ദനയുടെ ഭാഗ്യം. അത് തിരിച്ചറിയാതെ പോയത് അവളുടെ ഭാഗ്യദോഷം. സോപ്പിടണ്ട, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് ഞങ്ങൾക്ക് അറിയാലോ. പിന്നെന്തിനാ മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത്? പറയട്ടെ രഘുവേട്ടാ, അതോ രഘുവേട്ടൻ പറയുന്നോ? വേണ്ട, പ്രതിഭ തന്നെ പറ. ശിവരാമൻ ചേട്ടനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തിനാ എന്റെ പഴയ ചരിത്രം അറിയുന്നേ? അതൊക്കെ ഉണ്ട്, ചേച്ചി പറയുന്നേ. സ്വന്തം എന്ന് പറയാൻ അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ അനാഥയാണെന്ന് കരുതിയോ? അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാങ്ങളെ ഇപ്പോഴും ഉണ്ട്, ശേഖരേട്ടൻ. അന്ന് നിങ്ങളുടെ കൂട്ടത്തില് വഴി കാണിക്കാൻ വന്നില്ലേ? ഓർക്കുന്നുണ്ട്. പേരിന് വേണ്ടി ഒരു ആങ്ങളെയാണെന്ന് അന്നേ മനസ്സിലായി. സുമിത്രേച്ചിക്ക് സ്വന്തക്കാരെ മുഴുവൻ നഷ്ടമായത് ശിവരാമൻ ചേട്ടനുമായിട്ടുള്ള കല്യാണത്തോടു കൂടിയാ. അതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനിത്ര ആലോചിക്കാൻ എന്താ? ശിവരാമേട്ടൻ അന്നേ ഒരു കൊച്ചിന്റെ അച്ഛനായിരുന്നു. അങ്ങനെ ചേച്ചി സ്വന്തം വീട്ടുകാരിന്ന് ഒറ്റപ്പെട്ടു. കാരണം നന്ദനയാണേ. തുടർന്ന്
അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ കാര്യം ഞങ്ങളെയൊക്കെ അറിയാവുന്നത് ചേച്ചിക്കാ. ഞങ്ങളെ കളിയാക്കാനാണെങ്കിലും ചേച്ചി മുമ്പ് പറഞ്ഞു മോൻ ഡോക്ടറാണെന്ന്. ആ പറച്ചിലിന്റെ പിന്നിൽ മനപ്രയാസവും ദേഷ്യവും ആത്മനിന്ദയും ഒക്കെയുണ്ട്. എന്തുകൊണ്ട് മോൻ ഡോക്ടർ ആയില്ല? ആ പയ്യനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല. മറ്റു മക്കളുടെ കാര്യവും അങ്ങനെ തന്നെ. ആരും ഒരു കര പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞാ ചേച്ചി ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും. എന്നാലും അതല്ലേ സത്യം. ചേച്ചി പ്രസവിച്ച സ്വന്തം മക്കളെ നിലയിൽ എത്തിച്ചില്ലെങ്കിലും വളർത്തു മകളായ നന്ദന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതാണ് ആലോചിക്കേണ്ടത്. കുന്നത്തൂർ കോവിലകത്തെ ബിസിനസ്സുകളുടെ മാനേജിംഗ് പാർട്ട്ണർ ആണ് നന്ദന. അതാണേ ഓർക്കേണ്ടത്. എങ്ങനെ നന്ദന അവിടം വരെ എത്തി? ഉദയനൂർ വന്ന് നിന്നുകൊണ്ടൊന്നുമല്ല. അത് എത്രയ്ക്ക് നാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സുമിത്ര ചേച്ചി അന്തസ്സായി വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു. നന്ദനയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമയുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. ബദ്ധപ്പാടുകൾക്കിടയിലും അവളെ ആ കോഴ്സിന് വിട്ടത് ചേച്ചിയാ. ശിവരാമൻ ചേട്ടൻ ഫീസ് കൊടുത്ത് കാണും. പക്ഷെ ചോറും കറിയും പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് വൃത്തിയുള്ള ഡ്രസ്സും വാങ്ങിക്കൊടുത്ത് നന്ദനെ പഠിപ്പിച്ചതിനൊക്കെ ചേച്ചിക്കല്ലേ ക്രെഡിറ്റ്? ഞാൻ ആ ക്രെഡിറ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. അതൊട്ട് വേണ്ടതാനും. വേണ്ട, അതാണ് ചേച്ചിയുടെ നന്മ. പക്ഷെ നന്ദനെ അത് മറക്കാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ലല്ലോ അവള് മറന്നത്. ശരിയാ, അത് ഞാനങ്ങ് വിട്ടുപോയി. ഹരിപ്രസാദിന്റെ കാര്യമാ ചേച്ചി രഘുവേട്ടൻ സൂചിപ്പിച്ചത്. ഹരിപ്രസാദിനെ കളഞ്ഞിട്ട് അവൾ ഉദയന്റെ കൂടെ പോയില്ലേ? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പാർട്ടിയെ കണ്ടപ്പോ ഉദയനിൻ ഹരി ഔട്ട്. അവള് കൂന്നത്തുര വലിയ തമ്പുരാട്ടിയായി. അവൾ ഏത് കൊമ്പത്ത് കയറിയാലും എനിക്കൊന്നുമില്ല. സുമിത്രേച്ചിയുടെ ഈ ഒരു സ്വഭാവം എനിക്ക് പിടിക്കാത്തത്. ഈ ഉപേക്ഷാ മനോഭാവം. എന്റെ ചേച്ചി പോയത് പോട്ടേന്നല്ല, കിട്ടേണ്ടത് കിട്ടണം എന്നാണ് വിചാരിക്കേണ്ടത്. എങ്കിലല്ലേ നിലനിൽപ്പുള്ളൂ. നന്ദനയ്ക്കും അടുത്ത തലമുറയ്ക്കും ആർഭാടമായിട്ട് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ അവൾക്കുണ്ട്. എന്റെ അമ്മ എഴുതി വച്ചിരിക്കുന്ന വിൽപത്രം നന്ദനെ സംബന്ധിച്ചിടത്തോളം അധികപ്പറ്റാണ്. ഞങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട മുതലാണേ. രഘുവേട്ടന്റെ അമ്മയെ വശത്താക്കി നന്ദന അത് അവളുടെ പേരിലെ വിൽപത്രമാക്കി. അത് തിരിച്ചു പിടിച്ചു തരാൻ സുമിത്ര ചേച്ചി ഒന്ന് കൂടെ നിൽക്കണം. അത്രയുള്ളൂ ഞങ്ങളുടെ ആവശ്യം. ചേച്ചിയുടെ മക്കളുടെ ഭാവി നന്ദന കാരണം ഇരുട്ടിലായി. അവളുടെ സ്വത്തുകൊണ്ട് തന്നെ അതിന് പ്രതിവിധി കാണണം. അതിന് യാതൊരു തെറ്റുമില്ല. ഒരു മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല. മറിച്ച് ചേച്ചി സ്വന്തം മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും അത്. വാടക വീട്ടിൽ കഴിയുന്നത് ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലാന്ന് കരുതി മോനങ്ങനെ ആയിരിക്കണം എന്നുണ്ടോ? DNA പരിശോധന എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അതെന്താണെന്നും അറിയാം. ശിവരാമേട്ടന്റെ വിദ്യാഭാരതിയുടെ മകളല്ല നന്ദനയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. അത് കേസാവും. ഈ പറഞ്ഞ പരിശോധനയും ഉണ്ടാവും. അപ്പൊ കള്ളം പുറത്താവും. അന്നേരം നിങ്ങൾ സഹായിക്കോ എന്നെ? ഇല്ലെന്ന് ഉറപ്പല്ലേ? DNA ടെസ്റ്റിന് കുറെ കാലതാമസമുണ്ട്, സമയമെടുക്കും. അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് വിദ്യയെ കൂടി ഈ വിഷയത്തിൽ ഇടപെടിപ്പിക്കാം. അതെ ചേച്ചി, വിദ്യ എടുത്ത ആളൊരു പാവാ. തീരെ മനക്കെട്ടിയില്ല. കേസും പ്രശ്നങ്ങളും ഒക്കെ സീരിയസ് ആണെന്ന് കണ്ട നമ്മൾ പറയുന്ന പോലെ കേക്കും. നന്ദന മകളാന്ന് തെളിയിക്കുക, അതിന് കോടതിയിൽ കയറിയിറങ്ങുക, പരിശോധനയ്ക്ക് പോവുക. കുറെയാകുമ്പോ വിദ്യയുടെ ആകെ മടുത്ത് പിന്മാറും. അതിനുള്ള വഴിയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. മുഴുവനും കിട്ടിയില്ലെങ്കിലും വിൽപത്ര പ്രകാരമുള്ള സ്വത്തിന്റെ നല്ലൊരു പങ്ക് നമ്മുടെ കയ്യിൽ വന്ന് ചേരും. അതിന്റെ മേജർ പോർഷൻ ചേച്ചിക്ക് തരാന്നേ. അതെ, നിങ്ങളുടെ കോവിലകത്തെ സ്വത്തിന്റെ കാര്യമല്ലേ ഈ പറയുന്നത്? അതെ ചേച്ചി, മറ്റാരുമല്ല, നന്ദനയുടെ നേരെ അമ്മാവനാ രഘുവേട്ടൻ. ഉദയനൂർ കോവിലകത്തെ ഏറ്റവും ഇളയാള്. വല്ലവരും അനുഭവിക്കേണ്ട സ്വത്ത് അത് എത്ര വലുതായാലും ചെറുതായാലും എനിക്കത് ദഹിക്കില്ല. എന്നോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ആ ഉണ്ട്. സുമിത്ര ചേച്ചിക്ക് എന്നെ രഘുവേട്ടനെ വിശ്വസിക്കാം. എങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. എന്റെ ഭർത്താവ് വാങ്ങിച്ച കുറച്ച് ഭൂമിയുണ്ട് ഈ നാട്ടിൽ. ശിവരാമേട്ടൻ അത് നന്ദനയുടെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. 40 സെന്റ് ഉണ്ട്. നന്ദനയുടെ അമ്മാവനും അമ്മായിയല്ലേ? നിങ്ങൾ മുൻകൈയെടുത്ത് ആ 40 സെന്റിന്റെ അവകാശം എന്റെ പേരിലാക്കി തരണം. അല്ല ചേച്ചി, അത് നന്ദനയുടെ പേരിലാന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സഹായം ചോദിച്ച്. അതാവുമ്പോ ശിവരാമേട്ടന്റെ സ്ഥലമാണ്. നന്ദനെ പോലെ തന്നെ
എന്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. ന്യായമായ കാര്യമാണ്. പറ്റില്ലെങ്കിൽ പറ, വെറുതെ സമയം കളയണ്ട. അങ്ങനെ ചെയ്തോന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് എന്ത് ഗുണം അതുകൊണ്ട്? ഗുണമുണ്ടാവും. യഥാർത്ഥ നന്ദന ഇതല്ലെന്ന് ചേച്ചി പറയൂ. അതെന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഗുണമുണ്ടാവും. അത്രയും ഉറപ്പ് ഞാൻ തരാം. നമുക്ക് ആ വഴിയൊന്ന് നോക്കിയാലോ? നോക്കാൻ രഘുവേട്ടാ. റിസ്ക് ഉള്ളൊരു പണിയാണല്ലോ രഘുവേട്ടാ ആ ചേച്ചി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുന്നത്. നന്ദനയുടെ വളർത്തമ്മ ആള് കേമിയാന്ന് നേരത്തെ അറിയാം, പക്ഷേ ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. ഇത് വെറും റിസ്ക് അല്ല പ്രതിഭേ, ടാസ്കാ. ആ 40 സെന്റ് സ്ഥലത്തോട് നന്ദനയ്ക്ക് പ്രത്യേകമായൊരു അടുപ്പം കാണും. ശിവരാമൻ അവളുടെ എല്ലാം ആയിരുന്നല്ലോ. അയാള് വാങ്ങിച്ചു കൊടുത്ത ഭൂമിയല്ലേ. ഇപ്പൊ നന്ദന മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കക്ഷി. അതാണ് പ്രശ്നം. അത് സുമിത്രയുടെ പേരിലാക്കി കൊടുത്താ നമ്മളെ അവർ സഹായിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ സഹായിക്കുന്ന? അവരുടെ കാര്യം ഓക്കെ ആയി കഴിയുമ്പോ കാല് മാറുമോ? അങ്ങനൊന്നും ചെയ്യില്ല. ആ സ്ത്രീയുടെ ക്യാരക്ടർ പ്രതിഭയ്ക്ക് മനസ്സിലായില്ലേ? ചില നിലപാടുകളൊക്കെ ഉണ്ട് അവർക്ക്. അല്ലെങ്കിലും ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മൾ വെച്ച ഓഫറിലൊന്നും അവര് വീണില്ല. പകരം ഇങ്ങോട്ടൊരു ചൂണ്ട എറിഞ്ഞു തരുകയും ചെയ്തു. ആലോചിക്കാം എന്ന് അവിടെ വെച്ച് പറഞ്ഞ് പിരിഞ്ഞെങ്കിലും നമ്മള് ആ ചൂണ്ടയെ കൊത്തണോ? എന്താ രഘുവേട്ടാ? കൊത്തണം. ആ ചൂണ്ടയിൽ നമ്മൾ കൊത്തിയെന്ന് സുമിത്രയ്ക്ക് തോന്നണം. എന്നിട്ട് രഘുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? 40 സെന്റല്ലേ? നമുക്കത് നോട്ടോട്ടൽ എന്താ കുഴപ്പം? സുമിത്രയാണെന്ന് ഓർക്കണം. പറ്റിക്കാനൊന്നും എളുപ്പമല്ല. അതിസാമർത്ഥ്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത കക്ഷിയാ. ആ കക്ഷിയാ വാടക വീട്ടിൽ താമസിക്കുന്നത്, നിത്യ ചെലവിന് ബുദ്ധിമുട്ടുന്നത്. അത് മറക്കണ്ട. അത് ശരിയാ. പക്ഷേ നമ്മുടെ പ്ലാൻ എങ്ങനെ വർക്ക്ഔട്ട് ആവും? അതിന് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയണം. വാക്കാൽ ശിവരാമൻ പറഞ്ഞിട്ടേ ഉള്ളോ അതോ ശരിക്കും നന്ദനയുടെ പേരിൽ പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ വച്ചിട്ടുണ്ടോ? എല്ലാം അന്വേഷിച്ചറിയണം. എന്നിട്ട് സുമിത്രയെ മുൻനിർത്തി കരിക്കൾ നീക്കണം. എടുത്തുചാടിയൊന്നും ചെയ്യണ്ടാട്ടോ. സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട കേസാ. അങ്ങനെ ഓർക്കാപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഒരു ലക്കം കൂടി വന്നു വിട്ടു. 40 സെന്റ് സ്ഥലം അത്ര മോശമൊന്നുമല്ല. അതിന് കാവല് നിൽക്കുന്നത് നന്ദനയും സുമിത്രയുമാണ്. ചെറിയ കാര്യമൊന്നുമല്ല. പിന്നൊരു കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റാരും ഈ വിവരം അറിഞ്ഞാലും വേണ്ടില്ല, ഒരാൾ അറിയാൻ പാടില്ല. ഒരു സൂചന പോലും കിട്ടരുത്. പ്രതാപേട്ടനല്ലേ? കണ്ണിരിക്കെ കൃഷ്ണമണി കട്ടോണ്ട് പോകുന്ന പാർട്ടിയാ. ഞാൻ പറയണ്ടല്ലോ. നന്ദന ഈയിടെയായിട്ട് സജീവിന്റെ വീട്ടിലേക്ക് വരാറില്ല. മനഃപൂർവ്വം വരാത്തതാണോ? അങ്ങനെ വേണമെങ്കിലും കരുതാം. അതോ ശ്രുതി തന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഏയ്, ആ കുട്ടി ഒരു പാവ, ഒരു തൊട്ടാവാടി. എനിക്കിഷ്ടാ ശ്രുതിയെ. ചിലപ്പോ എന്റെ തോന്നലാവാം. എന്നാലും പറയാം, നന്ദന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫീസിലും താൻ ആക്റ്റീവിലാന്ന് തോന്നുന്നു. സജീവന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. മൊത്തത്തിൽ നന്ദന ഒന്ന് പിൻവലിയുന്നത് പോലെ. നാടകനടിയും കുട്ടിയും കാണുമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പിന്നീടൊന്നും മിണ്ടിയില്ല. എന്താ
ആ യാത്ര വേണ്ടാന്ന് വെച്ചോ? അതോ ഉദയവർമ്മയായിട്ട് പുതിയ വല്ല ധാരണയിലെത്തിയോ? ഭാര്യയും ഭർത്താവുമാണ്. 4 ചുവരുകൾക്കുള്ളിൽ 2 മനസ്സുകൾ തമ്മിലുള്ള രസതന്ത്രത്തിന് എപ്പോ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. തീർച്ചയായും. പക്ഷേ നിലവിലുള്ള കാര്യങ്ങൾക്കേ മാറ്റം വരൂ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, 4 ചുവരുകൾക്കുള്ളിലാണ്. എന്നാൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു രസതന്ത്രം ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. 2 തരം ചിന്തകൾ, 2 താല്പര്യങ്ങൾ, 2 ചിട്ടകൾ. ശരിക്കും പറഞ്ഞ സമാന്തര രേഖകളാ. നാടകനടിയെ കാണാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്തിട്ടില്ല. തിരക്കിട്ട് പോയ ആ സ്ത്രീയെ കാണണ്ടെന്ന് തോന്നി. അങ്ങനെ ചെയ്താ ഞാൻ ആ ഇഷ്യൂവിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നും. ഉദയവർമ്മ വിചാരിക്കുന്നാണോ? അത് വേണ്ടെന്ന് തോന്നി. ഞാനെന്താ ആ വിഷയത്തിൽ പിന്നെ പ്രതികരിക്കാത്തെന്നൊരു ചോദ്യം ആളുടെ നാവിന്റെ തുമ്പിലുണ്ട്. പക്ഷെ ചോദിക്കില്ല. അതങ്ങനെ നിൽക്കട്ടെ. ആ പാവത്തിനെ വട്ടം ചുറ്റിക്കാതാൻ. ഒരു സ്ത്രീയെയും കുട്ടിയെയും അവിടെ ഒളിപ്പിച്ചു നിർത്തിയിട്ട് അങ്ങോട്ടെത്താനുള്ള വഴി കണ്ടുപിടിച്ചോളെന്ന് പറഞ്ഞ ഞാനല്ല. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. അവരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതുപോട്ടെ, സ്ഥലമാറ്റത്തിന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. ഇങ്ങോട്ടൊരു സംശയം ചോദിച്ചു, ഞാനത് ക്ലിയർ ചെയ്തു. ഞാൻ അങ്ങോട്ടൊരു സംശയം ചോദിച്ചാ വ്യക്തമായ മറുപടി തരൂ. ചോദിക്കേ. സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നത് ഈ നാട്ടിൽ തുടരാൻ താല്പര്യമില്ലാത്തോണ്ടാ. അതിനൊരു കാരണം കാണും. അതെന്താ? ആരെ ഒഴിവാക്കാൻ വേണ്ടിയാ? അല്ലെങ്കിൽ ആരിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ വേണ്ടിയാ? ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നിയെന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞത് സത്യമായിരിക്കും, പക്ഷെ അത് മാത്രമല്ല സത്യം. ഞാൻ ഈ നാട്ടിലുള്ളതാണോ സ്ഥലമാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം? ആണോ? ആണെങ്കിൽ താനിവിടുന്ന് ഒഴിഞ്ഞു പോകുമെന്നാണോ? അല്ല. ഞാനായാലും ഹരിയേട്ടനായാലും ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. ഇതേയാൾ പണ്ടൊരിക്കൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാം, എന്നാൽ നമ്മളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമെന്ന്. ഓർക്കുന്നുണ്ടോ? മറന്നിട്ടില്ല. അത് തന്നെ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്. പക്ഷെ ശ്രുതി, എനിക്ക് ആ കുട്ടിയോട് എന്തോ. വേണ്ട ഹരിയേട്ടാ, ഒഴിഞ്ഞുമാറ്റത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണ്ട. ചുറ്റുപാടുകളെ അഭിമുഖീകരിക്കാൻ സ്വയം പാകപ്പെടുത്തിയെടുക്കുക വേണ്ടത്. അന്നേരം മനസ്സിൽ ചില മുഖങ്ങൾ തെളിയാൻ വേണം. മകന്റെ കല്യാണ സ്വപ്നം കാണുന്ന ഒരു അമ്മയുടെ അച്ഛന്റെ മുഖങ്ങൾ. ആ സ്വപ്നം അവരുടെ അവകാശമാണ്. അതെന്നും സ്വപ്നമായി അവശേഷിപ്പിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. ഞാനൊരു വേഷം അഭിനയിച്ച് ഏകദേശം ഒരു വഴിത്തിരിവിൽ എത്താറായി. ഒന്നുകിൽ ഒരു ഭാര്യയായി തുടരും, അല്ലെങ്കിൽ ചമയങ്ങൾ അഴിച്ചുവെച്ച് പുതിയ വഴി തേടും. ഭാര്യ പദവിയിൽ തുടരുകയാണെങ്കിൽ തുടർന്നുള്ള യാത്ര എങ്ങനെ വേണമെന്ന് ഞാൻ മാത്രം തീരുമാനിച്ചാ പോരാ. മറിച്ച് പുതിയ വഴിയാണെങ്കിൽ എനിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ജീവിതത്തിന്റെ ആ ശിഷ്ടയാത്രയിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ചെയ്തു തീർക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഉദയന്നൂരെ വിദ്യാഭാരതിയുടെ മകൾ, പനക്കലെ സുമിത്രയുടെ വളർത്തുമകൾ, ചെയ്തു തീർക്കേണ്ട ചില കടമകൾ.